ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ സിനിമകളുടെ വിശേഷവുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 2025 ജൂലൈ 4 തിയേറ്ററുകളിലും OTT പ്ലാറ്റ്ഫോമുകളിലുമായി റിലീസ് ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചാണ്. തിയേറ്റർ റിലീസുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മാന്ത്രികതയുണ്ട് അല്ലേ? അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള സമയത്ത് കാണാൻ പറ്റുന്ന OTT റിലീസുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. വെള്ളിയാഴ്ച ജൂലൈ 4 ഏതാനും മലയാള ചിത്രങ്ങൾ മാത്രമാണ് തിയേറ്ററുകളിലെത്തിയിട്ടുള്ളത്. തിയേറ്ററുകളിലെത്തിയ ആ കുറച്ച് പടങ്ങളുണ്ട്, അതിനെക്കുറിച്ചും പിന്നെ വിജയകരമായി പ്രദർശനം തുടരുന്ന മറ്റ് കുറച്ച് ചിത്രങ്ങൾ കൂടെയുണ്ട്. നമുക്കതിനെക്കുറിച്ചും സംസാരിക്കാം. ഈ ആഴ്ച ധീരനാണ് വന്ന പടങ്ങളിൽ പ്രധാനം. ജഗദീഷും മനോജ് കെ ജയനും പ്രധാന വേഷത്തിലെത്തിയ ധീരൻ ഒരു ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധൈര്യശാലിയായ ഒരു നായക കഥാപാത്രത്തെയും ആക്ഷൻ രംഗങ്ങളുമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ജഗദീഷും മനോജ് കെ ജയനും തങ്ങളുടെ പതിവ് കോമഡി വേഷങ്ങളിൽ നിന്നും മാറി ഗൗരവമേറിയ വേഷങ്ങളിൽ എത്തുന്നുണ്ടെങ്കിൽ അത് ചിത്രത്തിന് ഒരു മുതൽക്കൂട്ടാകും. ആദ്യ പ്രതികരണങ്ങളനുസരിച്ച് ആക്ഷൻ രംഗവും വേഗതയേറിയ ആഖ്യാനവുമാണ് ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളെന്ന് പറയുന്നത്. പ്രധാന അഭിനേതാക്കൾ ഞാൻ പറഞ്ഞു, ജഗദീഷും മനോജ് കെ ജയനും ഒക്കെയാണ്. ഇതിൻ്റെ ജോണർ നോക്കുവാണെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലറാണ്. പ്രേക്ഷക പ്രതികരണം നോക്കുവാണെങ്കിൽ സിനിമാ പ്രേമികളെയൊക്കെ ആകർഷിക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് കാണികളുടെയൊക്കെ ഒരു പ്രതികരണം വന്നിട്ട്. അടുത്ത പടം വന്നിട്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. സുരേഷ് ഗോപിയും കോട്ടയം രമേശും പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഡ്രാമ ചിത്രമാണിത്. അത് നിയമത്തെയൊക്കെ വരച്ചു കാട്ടുന്ന ഒരു ചിത്രമാണ്. പേര് പോലെ തന്നെ ഒരു കോടതി ചിത്രമാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. സമീപകാലത്ത് സുരേഷ് ഗോപിക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചിത്രവും വളരെ പ്രതീക്ഷ നൽകുകയാണ്. നിയമപരമായ വിഷയങ്ങളെ സാമൂഹിക പ്രസക്തിയോടെ അവതരിപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് എപ്പോഴും പ്രേക്ഷകരുണ്ട്. ഇതിൻ്റെ ജോണർ വന്നിട്ട് ഒരു ലീഗൽ ഡ്രാമ പടമാണ്. പ്രേക്ഷക പ്രതികരണം വന്നിട്ട് നിയമപരമായ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരെ വളരെ ആകർഷിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു പടം ഉപ്പു കാപ്പുറമ്പു ആണ്. ഉപ്പു കാപ്പുറമ്പു എന്ന ഈ ചിത്രം യഥാർത്ഥത്തിൽ കീർത്തി സുരേഷും സുഹാസും പ്രധാന വേഷത്തിലെത്തിയ ഒരു തെലുങ്ക് ഡാർക്ക് കോമഡിയാണ്. ഇത് മലയാളത്തിൽ ഡബ്ബ് ചെയ്താണ് ജൂലൈ 4 തിയേറ്ററുകളിലെത്തിയത്. ഒരു ഗ്രാമത്തിലെ ശ്മശാനവുമായി ബന്ധപ്പെട്ട രസകരമായ സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്. വ്യത്യസ്തമായ പ്രമേയം കൊണ്ടും ഡാർക്ക് കോമഡി ശൈലി കൊണ്ടും ചിത്രം ശ്രദ്ധേയമാകാനായിട്ട് സാധ്യതയുണ്ട്. കീർത്തി സുരേഷിൻ്റെ വ്യത്യസ്തമായൊരു പ്രകടനവും ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാന അഭിനേതാക്കൾ വന്നിട്ട് കീർത്തി സുരേഷ്, സുഹാസ് എന്നിവരാണ്. ഇതിൻ്റെ ജോണർ വന്നിട്ട് ഡാർക്ക് കോമഡിയാണ്. കൂടാതെ ഇത് തെലുങ്കിൽ നിന്ന് ഡബ് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞു. പ്രേക്ഷക പ്രതികരണം വന്നിട്ട് ഡാർക്ക് കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് പ്രതികരണം വന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും ഒരു പുതിയ അനുഭവം കൂടി നൽകിയേക്കാം എന്നുള്ളതാണ്. നിലവിലെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായ മറ്റ് ചിത്രങ്ങളുണ്ട്. അത് പ്രേമലു ആണ്. അത് റിലീസായിട്ട് ഒരുപാട് നാളുകളായി എങ്കിലും ഗിരീഷ് AD സംവിധാനം ചെയ്ത പ്രേമലു ഇപ്പോഴും യുവ പ്രേക്ഷകർക്കിടയിൽ തരംഗമാണ്. റൊമാൻറ്റിക് കോമഡി ഗണത്തിൽപ്പെട്ട ഈ ചിത്രം മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ്. നസ്ലീൻ, മമിത ബൈജു എന്നിവരുടെ പ്രകടനങ്ങളും ചിത്രത്തിൻ്റെ വിജയത്തിന് ഒരു പ്രധാന കാരണമാണ്. മഞ്ഞുമൽ ബോയ്സ് ആണ് അടുത്തത്. ചിദംബരം സംവിധാനം ചെയ്ത ഈ അതിജീവന ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയതിനു ശേഷം ഇപ്പോഴും ചില തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുണ്ടാകാം എന്നുള്ളതാണ് നിഗമനം. റിയലിസ്റ്റിക് മേക്കിങ്ങും മികച്ച പ്രകടനങ്ങളും ചിത്രത്തെ പ്രേക്ഷകർക്ക് പ്രിയങ്കരമാക്കി. കൂടാതെ ചില തിയേറ്ററുകൾ ഇപ്പോഴും ആടുജീവിതം ഓടുന്നു എന്നുള്ളതാണ്. ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറന്ന ആടുജീവിതം ഒരു വിഷ്വൽ ട്രീറ്റ് എന്നതിലുപരി ഒരു വൈകാരിക അനുഭവം കൂടിയാണ് നൽകുന്നത്. ചിത്രം ഇപ്പോഴും പലയിടത്തും നിറഞ്ഞ സദസ്സുകളിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ വെള്ളിയാഴ്ച ജൂലൈ 4 നിരവധി മലയാള ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമുകളിലും റിലീസ് ചെയ്തിട്ടുണ്ട്. ചിലത് തിയേറ്റർ റിലീസിന് ശേഷം OTTയിലെത്തിയവയും ചിലത് നേരിട്ട് OTTയിലെത്തിയവയുമാണ്. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതിൽ പ്രധാനം കുട്ടൻ്റെ ഷിനിഗാമി എന്ന ഒരു പടമാണ്. റഷീദ് പറക്കൽ സംവിധാനം ചെയ്ത ഇന്ദ്രൻസും ജാഫർ ഇടുക്കിയും പ്രധാന വേഷത്തിലെത്തിയ ഈ ഫാൻറ്റസി ഡ്രാമ ചിത്രം മനോരമ മാക്സിലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു കർഷകൻ്റെ ജീവിതത്തിൽ ജപ്പാനീസ് ഷിനിഗാമി തത്വചിന്തയിൽ പരിശീലനം നേടിയ ഒരു നിഗൂഢ വ്യക്തിയെ കണ്ടുമുട്ടുന്നതോടെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ചിത്രത്തിൻ്റെ കഥ പോകുന്നത്. ഇന്ദ്രൻസ് തൻ്റെ പതിവ് പ്രകടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്.
മലയാള സിനിമയിൽ അധികം കാണാത്ത ഒരു പ്രമേയം ആയതുകൊണ്ട് തന്നെ ചിത്രം വളരെ ശ്രദ്ധേയമാണ്. മനോരമ മാക്സിലൂടെയാണ് ഇത് റിലീസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രധാന അഭിനേതാക്കൾ ഇന്ദ്രൻസും ജാഫർ ഇടുക്കിയുമാണ്. ഇതിൻ്റെ പ്രമേയം വന്നിട്ട് ഒരു ഫാൻറ്റസി ഡ്രാമ ചിത്രമാണ്. ജാപ്പാനീസ് തത്വചിന്തയാണ് ഇതിൽ കഥയുടെ പ്രമേയം. അടുത്തത് ഗുഡ് വൈഫാണ്. ഗുഡ് വൈഫ് പ്രിയാമണി പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ലീഗൽ ഡ്രാമയാണ്. ഇതിൻ്റെ മലയാളം ഡബ് ചെയ്ത പതിപ്പാണ് ജിയോ സിനിമ, ഡിസ്നി ഹോട്ട്സ്റ്റാർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. പ്രിയാമണി ഒരു വക്കീൽ വേഷത്തിലെത്തുന്ന ഈ ചിത്രം ഒരു സ്ത്രീയുടെ പ്രതിസന്ധികളെയും അതിജീവനത്തെയും നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയാണ്. ഒരു അമേരിക്കൻ സീരീസിൻ്റെ തമിഴ് പതിപ്പാണിത്. പ്ലാറ്റ്ഫോം വന്നിട്ട് ജിയോ സിനിമയിലുണ്ട്, അതുപോലെ തന്നെ ഡിസ്നി ഹോട്ട്സ്റ്റാറിലുണ്ട്. പ്രധാന അഭിനേതാക്കൾ പ്രിയാമണിയാണ്. പ്രമേയം ലീഗൽ ഡ്രാമയാണ്. അടുത്തത് മദ്രാസ് മാറ്റിനിയാണ്. സൺ നെക്സ്റ്റിൽ ജൂലൈ 4 തന്നെ റിലീസ് ചെയ്ത ഈ തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബ് ചെയ്ത പതിപ്പാണ്. സത്യരാജും കാളി വെങ്കട്ടും പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം ഒരു ചെറിയ പട്ടണത്തിലെ ഒറ്റ സ്ക്രീൻ തിയേറ്ററിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്ലൈസ് ഓഫ് ലൈഫ് ഡ്രാമയാണ്. പഴയകാല സിനിമകളോടും തിയേറ്ററുകളോടും ഒരു നൊസ്റ്റാൾജിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചിത്രം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്ലാറ്റ്ഫോം വന്നിട്ട് സൺ നെക്സ്റ്റ് ആണ്. പ്രധാന അഭിനേതാക്കൾ സത്യരാജ്, കാളി വെങ്കട്ട്. പ്രമേയം വന്നിട്ട് നോസ്റ്റാൾജിക് ഡ്രാമയാണിത്. ഇനി വരാനിരിക്കുന്ന പ്രധാന OTT റിലീസുകൾ നമുക്ക് നോക്കാം. അൻപോട് കൺമണിയാണ്. അർജുൻ അശോകൻ, അനഘ നാരായണൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം ജൂലൈ 5 അതായത് ഇന്ന് മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിയ ഒരു ഹൃദയസ്പർശിയായ ഫാമിലി ഡ്രാമയാണിത്. പ്ലാറ്റ്ഫോം വന്നിട്ട് മനോരമ മാക്സിലാണ്. അത് ഇന്നാണ് ജൂലൈ 5 അത് റിലീസ് ചെയ്യുന്നത്. അടുത്തത് നടികറാണ്. ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ നടികർ സൈന പ്ലേയിൽ ഉടൻ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു സൂപ്പർ താരത്തിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഈ ചിത്രം തിയേറ്ററിൽ അത്ര വലിയ വിജയം നേടിയില്ലെങ്കിലും OTTയിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട്. പ്ലാറ്റ്ഫോം വന്നിട്ട് സൈന പ്ലേ ആണ്. അടുത്തത് നരിവേട്ടയാണ്. ടൊവിനോ തോമസ് നായകനായ ഈ സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമ ജൂലൈ 11 സോണി ലൈവിൽ റിലീസ് ചെയ്യുന്നതാണ്. മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഈ ചിത്രം സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം വന്നിട്ട് സോണി ലൈവാണ്. റിലീസ് ജൂലൈ 11, 2025. അടുത്ത ചിത്രം വന്നിട്ട് മൂൺവാക്കാണ്. 1980കളിലെ കേരളത്തിൽ മൈക്കിൾ ജാക്സന്റെ ആരാധകരായ ഒരു കൂട്ടം കൗമാരക്കാരുടെ കഥ പറയുന്ന ഈ ചിത്രം ജിയോ സിനിമയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. പ്ലാറ്റ്ഫോം ജിയോ സിനിമയാണ്. തിയേറ്റർ റിലീസുകൾക്ക് ശേഷവും OTT പ്ലാറ്റ്ഫോമുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്രത്യേകിച്ചും വലിയ വിജയം നേടാത്ത ചിത്രങ്ങൾക്ക് പോലും OTTയിലൂടെ ഒരു രണ്ടാം ജീവിതം ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഇടത്ത് സിനിമകൾ കാണാനുള്ള സൗകര്യമാണ് ഈ OTT നൽകുന്നത്. ഇത് സിനിമാ വ്യവസായത്തിന് ഒരു പുതിയ മാനം നൽകുന്നുണ്ട്. അതേസമയം വലിയ താരചിത്രങ്ങൾ ഇപ്പോഴും തിയേറ്ററുകൾക്ക് തന്നെയാണ് മുൻഗണന നൽകുന്നത്. ഈ ബാലൻസിങ് ആക്ട് മലയാള സിനിമയിൽ വളരെ പ്രകടമാണ്. ഈ ആഴ്ചയിലെ റിലീസുകൾ പരിശോധിച്ചാൽ മലയാള സിനിമയുടെ വൈവിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആക്ഷൻ ത്രില്ലറുകൾ, ലീഗൽ ഡ്രാമകൾ, ഡാർക്ക് കോമഡികൾ, ഫാൻറ്റസി ചിത്രങ്ങൾ, ഫാമിലി ഡ്രാമകൾ എന്നിങ്ങനെ വിവിധ ജോണറുകളിലായിട്ടുള്ള ചിത്രങ്ങളാണ് പ്രേക്ഷകർക്കായി എത്തിയിരിക്കുന്നത്. ഇത് മലയാള സിനിമയുടെ വളർച്ചയെയും പരീക്ഷണങ്ങൾ നടത്താനുള്ള സന്നദ്ധതയെയും സൂചിപ്പിക്കുന്നു. മറ്റ് ഭാഷാ ചിത്രങ്ങളുടെ മലയാളം ഡബ് ചെയ്ത പതിപ്പുകൾ OTTയിൽ ലഭ്യമാകുന്നതും പ്രേക്ഷകർക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ നൽകുന്നു എന്നുള്ളതാണ്. ഓരോ പുതിയ സിനിമയും പുതിയ അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. നല്ല സിനിമകൾ ഇനിയും മലയാളത്തിൽ പിറക്കട്ടെ. നിങ്ങളുടെ ഇഷ്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ശനിയാഴ്ച പുതിയ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ സീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.